ലിബീഷ് കഴിഞ്ഞ 17 ദിവസമായി പാരീസിൽ നടന്നുകൊണ്ടിരുന്ന ഒളിമ്പിക്സിന് കഴിഞ്ഞ ദിവസത്തോടുകൂടി സമാപനമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12:30 സമാപന ചടങ്ങുകൾ ആരംഭിച്ചത്. ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയോടുകൂടിയായിരുന്നു അല്ലെങ്കിൽ വർണ്ണാഭമായ കാഴ്ചകളോടുകൂടിയായിരുന്നു പാരീസ് ഒളിമ്പിക്സിന് സമാപനം കുറിച്ച് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ പാരീസ് ഒളിമ്പിക്സിൻ്റെ തുടക്കം മുതൽ തന്നെ വിസ്മയ കാഴ്ചകളായിരുന്നു നമുക്കൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് ഒളിമ്പിക്സുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഒരു തുറന്ന ഒരിടത്തായിരുന്നു ഇത്തരത്തിൽ ഈ ഉദ്ഘാടന ചടങ്ങ് നടന്നിരുന്നത്. പൊതുവെ അടച്ചിട്ട സ്റ്റേഡിയങ്ങളായിരുന്നു നടന്നത്. എന്നാൽ ഇത്തവണ തുറന്ന ഒരിടത്ത് പാരീസിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ തന്നെയും നടക്കുന്നു, വിസ്മയ കാഴ്ചകൾ നടക്കുന്നു. അതിന് സമാനമായ രീതിയിൽ അത്തരത്തിലുള്ള ദൃശ്യാവിഷ്കാരം തന്നെയായിരുന്നു ഈ സമാപന സമ്മേളനത്തിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 17 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സംബന്ധിച്ച് വലിയൊരു ആവേശം തന്നെയായിരുന്നു. അതായത് 206 രാജ്യങ്ങളിൽ നിന്നും 10,000-ഓളം ഇത്തരത്തിൽ കായിക താരങ്ങൾ ഈ പാരീസിൽ ഒത്തുചേരുന്നു. അവിടെ പ്രകടനങ്ങൾ, നിരവധി റെക്കോർഡുകൾ, ഇത്തരത്തിൽ ട്രാക്കും മൈതാനങ്ങളും ഒക്കെ ഉണർന്നുള്ള 17 ദിവസങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏകദേശം 70,000-ഓളം കാണികളായിരുന്നു ഈ സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായി നിരവധി പരിപാടികൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഹോളിവുഡിലെ താരമായ ടോം ക്രൂസ് ഈ പരിപാടിയുടെ ഭാഗമായി സമാപന ചടങ്ങിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ബെൽജിയം ഗായിക ആഞ്ചലയ എത്തിയിരുന്നു. ഒപ്പം തന്നെ അമേരിക്കയിലെ ടോപ്പായി നിൽക്കുന്ന ഏറ്റവും മികച്ച കലാകാരന്മാർ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അങ്ങനെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രശസ്തരായ കലാകാരന്മാരെ ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു വിസ്മയ കാഴ്ച തന്നെയായിരുന്നു ഈ സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായി അവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ മറ്റ് പരിപാടികളടക്കം, അതായത് അടുത്ത തവണ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലാണ് ഈ ഒളിമ്പിക്സ് നടക്കുക. ഈ നഗരത്തിൻ്റെ മേയർ കരൺ ബാസ് പാരീസ് മേയർ ആനി ഡൽഗോയിൽ നിന്നും ഈ ഒളിമ്പിക്സിൻ്റെ പതാകയും ദീപശിഖയും ഏറ്റുവാങ്ങുന്ന ചടങ്ങ് നടന്നു. ഒപ്പം ഏകദേശം 45,000-ഓളം വോളണ്ടിയർമാരെ ആദരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം പരിപാടികളൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്നത്. അതേസമയം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തവണ ആരാണ് ഈ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തുക എന്ന ഒരു ചോദ്യം ഏറ്റവും അവസാന നിമിഷം വരെ ഉയർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം പൊതുവെ ഈ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക അമേരിക്കയായിരുന്നു. അമേരിക്കയുടെ ആധിപത്യമായിരുന്നു എല്ലാ ഒളിമ്പിക്സുകളിലും കാണാൻ വേണ്ടി സാധിച്ചത്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ മാത്രമായിരുന്നു ചൈനയുടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും അവസാന നിമിഷം വരെ ആരാണ് ഒന്നാം സ്ഥാനം എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരുന്നില്ല. ഏറ്റവും അവസാന ഇനം ഉണ്ടായിരുന്നത് വനിതകളുടെ ബാസ്കറ്റ്ബോൾ മത്സരമായിരുന്നു. ആ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ഫ്രാൻസിനെ 1 പോയിന്റിന് പരാജയപ്പെടുത്തി അമേരിക്ക ആ ഒരു മത്സരം വിജയിച്ചതോടുകൂടി, ആ ഒരു ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതോടുകൂടിയാണ് ഈ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് അമേരിക്കയ്ക്ക്, USA എത്താൻ വേണ്ടി സാധിച്ചിരുന്നത്. ആ ഒരു പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലവുമാണ്. ചൈനയ്ക്ക് 40 സ്വർണം തന്നെയാണുള്ളത്, 27 വെള്ളിയും 24 വെങ്കലവുമാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും സ്വർണത്തിൻ്റെ എണ്ണം തുല്യമാണെങ്കിൽ പോലും എല്ലാ മെഡലുകളും, മൊത്തം മെഡലുകളുടെ എണ്ണം നോക്കുമ്പോൾ അമേരിക്ക ഏറെ മുന്നിലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡൽ പട്ടികയിൽ അമേരിക്ക ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മൂന്നാം സ്ഥാനം ജപ്പാനാണ്, 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം. ഇന്ത്യക്കാണെങ്കിൽ 1 വെള്ളിയും 5 വെങ്കലവുമാണ് ഇത്തവണ നേടാൻ വേണ്ടി സാധിച്ചത്. 71-ാം സ്ഥാനത്താണ് ഈ മെഡൽ പട്ടികയിൽ ഉള്ളത്. ഇത്തവണത്തെ ഇന്ത്യയെ സംബന്ധിച്ച് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ നിരാശയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം കാണാൻ കഴിഞ്ഞ ഒരു ഒളിമ്പിക്സ്. അതിനേക്കാൾ ഒരുപടി മികച്ച പ്രകടനം ഇത്തവണ ഉണ്ടാകും എന്നൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ മെഡലുകളുടെ എണ്ണം 2 അക്കത്തിലേക്ക് എത്തിക്കുക, ഏറ്റവും കുറഞ്ഞത് 10 മെഡലുകൾ എങ്കിലും നേടുക എന്നതായിരുന്നു. എന്നാൽ ഇത്തവണ ഇന്ത്യക്കത് സാധിച്ചില്ല. മെഡലുകളുടെ എണ്ണം 6ലേക്ക് ഒതുങ്ങുകയായിരുന്നു. അതിൽ ഷൂട്ടിങ്ങിലാണ് 2 വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മനു ഭാക്കർ ഇരട്ട വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹോക്കിയിൽ വെങ്കലം കിട്ടി. പിന്നീട് ഗുസ്തിയിൽ അമൻ സെഹ്റാവത്ത് വെങ്കലം നേടി. ഇന്ത്യയുടെ വെള്ളി എന്ന് പറയുന്നത് നീരജ് ചോപ്രയായിരുന്നു. ടോക്കിയോയിൽ സ്വർണം നേടിയ നീരജിന് ഇത്തവണ വെള്ളിയിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയായിരുന്നു. ഇത്തരത്തിൽ
നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈ പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് നിരാശയുടെ ഒരു 17 ദിവസങ്ങൾ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പാരീസ് ഒളിമ്പിക്സ് തന്ന ആ ഒരു 17 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കായിക ആസ്വാദകരെ സംബന്ധിച്ച് ഏറെ സന്തോഷമുണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി റെക്കോർഡുകൾ പിറക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. മികച്ച ആവേശമുണ്ടാക്കുന്ന മികച്ച പ്രകടനങ്ങൾ കാണുവാൻ വേണ്ടി സാധിച്ചു. ചില വിവാദങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പലപ്പോഴും കായിക ആസ്വാദകർക്ക് മികച്ച നിമിഷങ്ങൾ സമ്മാനിക്കാൻ പാരീസ് ഒളിമ്പിക്സിന് സാധിച്ചിട്ടുണ്ട്. ഇനി 4 വർഷങ്ങൾക്കപ്പുറം USA അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നു. അതിനായുള്ള ഒരുക്കങ്ങൾ കൂടി നിലവിൽ ഏകദേശം സാധാരണ ഈ ഒളിമ്പിക്സ് നടക്കുന്ന വേദികൾക്ക് 7 വർഷമാണ് അതിനുള്ള ഒരുക്കങ്ങൾക്കുള്ള സമയം ലഭിക്കുക. എന്നാൽ ഈ അമേരിക്കയ്ക്ക് അടുത്ത ഒളിമ്പിക്സിനായി 11 വർഷത്തെ ഒരു സമയം ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പാരീസിനേക്കാൾ ഒരു മികച്ച ഒളിമ്പിക്സ് ആയിരിക്കും അടുത്ത വർഷം നടക്കുക എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ആ ഒരു ഒളിമ്പിക്സിലേക്ക് നോക്കുമ്പോൾ പുത്തൻ താരങ്ങളെ കണ്ടെത്താൻ വേണ്ടി പാരീസ് ഒളിമ്പിക്സിലൂടെ സാധിച്ചു എന്നത് പ്രതീക്ഷയാണ്. ഇപ്പോൾ മെഡൽ നേടിയ അമൻ സെഹ്റാവത്ത്, ഒപ്പം തന്നെ മനു ബാക്കർ, ഒപ്പം നീരജ് ചോപ്ര, ഇവരൊക്കെ 26 വയസ്സിന് താഴെയുള്ള താരങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇനിയും ഒളിമ്പിക്സുകൾ പങ്കെടുക്കുവാനുള്ള സമയമുണ്ട്. ഇപ്പോൾ അവരുടെ പ്രകടനം മികച്ച പ്രകടനങ്ങളായിരുന്നു. അതിനേക്കാൾ മികച്ച പ്രകടനങ്ങളുമായി അടുത്ത ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഭാഗമായി ഇവർ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി ഇന്ത്യക്കുണ്ട്. ലിപീഷ്. അമൽ, പാരീസ് ഒളിമ്പിക്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഒന്ന്, നമ്മുടെ സ്വന്തം PR ശ്രീജേഷിന്റെ നേട്ടമാണ്. വെങ്കല മെഡൽ നേട്ടത്തോടെ ശ്രീജേഷ് കളത്തിൽ നിന്ന് വിരമിച്ചു. അതോടൊപ്പം തന്നെയാണ് വിനേഷ് ഫോഗട്ടിന്റെ കണ്ണീരും. ആ വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ നാളെ വിധി വരാനിരിക്കുന്നു. ഇവരുടെ ഈ ഒളിമ്പിക്സിലെ പ്രകടനം കൂടി എങ്ങനെ വിലയിരുത്താം നമുക്ക്? ലിബീഷ്, തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസം സമാപന സമ്മേളനത്തിൽ ഇന്ത്യയുടെ പതാക വഹിച്ചിട്ടുണ്ടായിരുന്നത് വെങ്കല മെഡൽ നേടിയ മനു ബാക്കറും ഒപ്പം തന്നെ PR ശ്രീജേഷുമാണ്. എന്നാൽ ആ ഒരു റൂള് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ PR ശ്രീജേഷിനു പകരം അവിടെ നീരജ് ചോപ്രയായിരുന്നു ഇന്ത്യയുടെ പതാക ഏന്തേണ്ടിയിരുന്നത്. കാരണം നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയ താരമാണ്. പക്ഷേ PR ശ്രീജേഷ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഒളിമ്പിക്സിലാണ് നിലവിലുള്ളത്. അതായത് ഇത്തവണ വെങ്കല മെഡൽ പോരാട്ടം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മത്സരമായിരുന്നു. ഈ ഒളിമ്പിക്സിന് മുന്നേ തന്നെ നീരജ് ചോപ്ര ഈ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനാൽ തന്നെ ശ്രീജേഷിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു മികച്ച പ്രകടനം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എല്ലാവർക്കും. ആ പ്രതീക്ഷ നിലനിർത്താൻ, അല്ലെങ്കിൽ ആ പ്രതീക്ഷ കാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. ഇത്തവണ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പ്രകടനം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു. എല്ലാ താരങ്ങളും ഒരുമിച്ച് ഒരുപോലെ മത്സരിക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. അതിൽ PR ശ്രീജേഷിന്റെ ആ ഒരു പ്രകടനം എടുത്തു പറയണം. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഈ ഒരു വെങ്കല മെഡൽ പോരാട്ടത്തിൽ സ്പെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ ഈ ഒളിമ്പിക്സിനെ കേരളത്തിൽ ഇത്തരത്തിൽ വലിയ ഒരു സ്ഥാനം നൽകിയത് ഈ PR ശ്രീജേഷൻ എന്ന താരമാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനേഷ് ഫോഗട്ട്, അത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും മറക്കാൻ സാധിക്കാത്തൊരു നിമിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഗുസ്തി മത്സരത്തിൽ തുടർച്ചയായ 3 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു വിനേഷ് ഫോഗട്ട് എന്ന ആ താരം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ സുസാക്കി എന്ന ജപ്പാൻ താരത്തെയാണ് ഈ വിനേഷ് ഫോഗട്ട് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ലോക ഗുസ്തി റാങ്കിങ് എടുത്ത് പരിശോധിക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന താരമാണ് സുസാക്കി. ആ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 4 തവണ മാത്രമാണ് ഈ ജപ്പാൻ താരം ഈ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളൂ. അത്തരത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന താരത്തിനെതിരെ ഒരു മികച്ച പ്രകടനത്തോടു കൂടി വിനേഷ് ഫോഗട്ട് പ്രീ ക്വാർട്ടർ മത്സരം കടക്കുന്നു. അതിനുശേഷം ക്വാർട്ടറിലെത്തുന്നു. ക്വാർട്ടറിലും അത്തരത്തിൽ യുക്രൈൻ താരത്തെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് സെമി ഫൈനലിൽ ക്യൂബ താരത്തെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു. എന്നാൽ ഫൈനൽ മത്സരത്തിൽ ഈ വെയിറ്റ് നോക്കുമ്പോൾ 100 ഗ്രാമിൻ്റെ കൂടുതലുള്ളത് കൊണ്ട് മാത്രം ഈ ഫൈനൽ മത്സരത്തിൽ അയോഗ്യയാക്കി പോകുന്നു. ഏറെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായാണ് നിലവിൽ ഈ വിനേഷ് ഫോഗട്ട് കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്, കായിക കോടതിയിൽ. ഇവിടെ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഈ ഒരു വെള്ളി മെഡൽ, അതായത് ഫൈനൽ മത്സരം വരെ വിനേഷ് ഫോഗട്ടിന് എത്താൻ വേണ്ടി സാധിച്ചു. പ്രീ ക്വാർട്ടർ ഒപ്പം തന്നെ സെമി ഫൈനൽ മത്സരങ്ങളിൽ വെയിറ്റ് പരിശോധിക്കുമ്പോൾ അനുവദിച്ച വെയിറ്റിൽ നിന്നും കുറവ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇതിൻ്റെ റിസൾട്ട്
റിസൾട്ട് പരിശോധിച്ച് താൻ ഫൈനലിലെത്തിയെന്ന് കണക്കാക്കി ഫൈനലിൽ ഉള്ള ആ ഒരു പരാജയപ്പെട്ടെങ്കിൽ പോലും ലഭിക്കേണ്ട വെള്ളി മെഡൽ അത് പങ്കിടണമെന്നായിരുന്നു അപ്പീല്. അതിൻ്റെ പരിശോധനകളൊക്കെ തന്നെ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിക്ക് വാദം കേട്ടതിനു ശേഷം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം 6 മണിക്ക് മുന്നേ തന്നെ ആ സംശയങ്ങൾക്കുള്ള മറുപടി നൽകണമെന്ന് പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ രാത്രി 9:30 ഇതിൻ്റെ ഒരു വിധി ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അനുകൂല വിധി ആകുകയാണെങ്കിൽ അത് വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ വലിയ സന്തോഷ വാർത്ത തന്നെയായിരിക്കും ലിബീഷ്. ശരി അമൽ, പാരീസ് ഒളിമ്പിക്സിന്റെ സമഗ്രമായ വിലയിരുത്തലാണ് അമൽനാഥ് നൽകിയത്.